Dear students, welcome back to the interview questions and answers session of logistics. കഴിഞ്ഞ 31 ദിവസങ്ങളായിട്ട് നമ്മൾ എന്താണ് സപ്ലൈ ചെയിൻ, എന്താണ് ഇമ്പോർട്ട് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, എന്താണ് കൺസൈൻമെൻറ്റ് എന്നതിനെക്കുറിച്ച് നമ്മളൊരു 70 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. ലോജിസ്റ്റിക്സ് സീക്രട്സ് എന്ന ബുക്ക് വാങ്ങിക്കാത്തവർ, 1000+ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ലോജിസ്റ്റിക്സ് സീക്രട്സ് എന്ന ബുക്ക് വാങ്ങിക്കാത്തവർ എത്രയും പെട്ടെന്ന് ആ ബുക്ക് വായിക്കുക. കാരണം അതിലൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കടന്നു പോകുന്നത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നിന്ന് വിശദീകരിച്ചു തരും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. നിങ്ങളത് റെഫർ ചെയ്ത് അത് പഠിക്കുന്നു. അപ്പോൾ അത് വാങ്ങിക്കാത്തവർ എത്രയും പെട്ടെന്ന് വായിക്കുക. അതുപോലെ നിങ്ങളെന്നെ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കൺസൈൻമെൻറ്റ് റിലീസ്? എന്താണ് കൺസൈൻമെൻറ്റ് റിലീസ്? കൺസൈൻമെൻറ്റ് നിങ്ങൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? കൺസൈൻമെൻറ്റ് ഈസ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ടു ഡെലിവർ ദ ഗുഡ്സ് അല്ലേ? കൺസൈനർ ആരാണ്? അയക്കുന്ന ആൾ, എക്സ്പോർട്ടർ. കൺസൈനി ആരാ? വാങ്ങിക്കുന്ന ആൾ, ഇമ്പോർട്ടർ. ഓക്കെ. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മെറ്റീരിയൽ പോർട്ടിൽ വന്നാൽ പിന്നത്തെ ജോലിയാണ് ലോജിസ്റ്റിക്സിൻ്റെ. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മെറ്റീരിയൽ റിലീസ് ചെയ്തു കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് കൺസൈൻമെൻറ്റ് റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം പറയണത്? കൺസൈൻമെൻറ്റ് റിലീസ് ദ മെറ്റീരിയൽ ഫ്രം ദി ഹോം കൺട്രി പോർട്ട് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പറയേണ്ടത്. അതായത് നമ്മുടെ ഹോം കൺട്രി പോർട്ടിൽ നിന്നും മെറ്റീരിയൽ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് കൺസൈൻമെൻറ്റ് റിലീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ടു ബി നീഡഡ് ടു റിലീസ് ദി കൺസൈൻമെൻറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൺസൈൻമെൻറ്റ് നമ്മുടെ ഹോം കൺട്രി പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് റിലീസ് ചെയ്യണം. അതിന് ഡോക്യുമെൻറ്റ്സ് കുറേ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഷിപ്പിലാണ് വരുന്നതെങ്കിൽ ബിൽ ഓഫ് ലേഡിങ്, ദാറ്റ് ഐ ടോൾഡ് യു ദാറ്റ്. പാക്കിംഗ് ലിസ്റ്റ് വേണം. പെർഫോമ ഇൻവോയ്സ് കസ്റ്റംസ് പർപ്പസിന് വേണം. പിന്നെ മുനിസിപ്പാലിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് വേണം. അതായത് പ്രൊഡക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഫൈറ്റോ സാനിറ്ററി അല്ലെങ്കിൽ GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഇറ്റ്സ് ആൻ അതർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പം മെയിനായിട്ട് വേണ്ടത് നമ്മൾ ബിൽ ഓഫ് ലേഡിങ്, ഇനി എയർവേ വരാണെങ്കിൽ എയർവേ ബില്ല്, പിന്നെ പാക്കിംഗ് ലിസ്റ്റ്, പെർഫോമ ഇൻവോയ്സസ്, മെറ്റീരിയൽ ഡോക്യുമെൻറ്റ്സ്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണ കൺട്രി റെസ്ട്രിക്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഗൾഫ് കൺട്രീസിൽ വരുമ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദീസ് ആർ ദ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നേരത്തെ ഞാൻ പഠിപ്പിച്ച ഇമ്പോർട്ടിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അതെല്ലാം നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. കാരണം ഓൾ ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ് നിങ്ങൾ ഓർത്തുണ്ടാവുകയാണെങ്കിൽ ATA കാർനെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ ഒരു ഹൈലി എക്സ്പെൻസീവ് മെറ്റീരിയൽ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് ATA കാർനെറ്റ്. ഇനി അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ 30% 40% ഡിസൈഡ് ടാക്സ് കൊടുക്കേണ്ടി വരും കസ്റ്റംസിന് വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഹൗ മെനി വേസ് ഓർ വാട്ട് ആർ ദി കൺസൈൻമെൻറ്റ് റിലീസസ് ഫ്രം ദി പോർട്ട്? അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഒന്ന് നോർമൽ റിലീസ്, ഓക്കെ, 2 കണ്ടീഷണൽ റിലീസ്, 3 റിലീസ് ഓൺ DIP. DIP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫേർഡ് ഇൻസ്പെക്ഷൻ പ്രമിസസ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് 3 വേസ് ഓഫ് കൺസൈൻമെൻറ്റ് റിലീസ് എന്ന് പറയുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സപ്ലൈ ചെയിൻ, ഇമ്പോർട്ട്, കൺസൈൻമെൻറ്റ്, ദെൻ ലോജിസ്റ്റിക്സിൽ അറൗണ്ട് 22 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോണത് നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് ഓഫ് വെയർഹൗസിങ്, ദെൻ ഡിസ്ട്രിബ്യൂഷനാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് റീഡിമാൻഡ് എങ്ങനെ സംഭവിക്കുന്നതെന്ന്, അതുപോലെ അസോസിയേറ്റ് മാനേജ്മെൻറ്റ്,
അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മാൻ മെറ്റീരിയൽ ആൻഡ് ഫ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ. അതിനുശേഷം നമ്മൾ എക്സ്പെൻസസ്, ലോജിസ്റ്റിക്സിൻ്റെ എക്സ്പെൻസസിനെ കുറിച്ച് പഠിക്കും. പിന്നെ റിപ്പോർട്ട്സ്, നമ്മൾ ഫിനാൻസിനും മാനേജ്മെൻറ്റിനും കൊടുക്കേണ്ട റിപ്പോർട്ട്സ്, ഇതിനൊക്കെ പഠിച്ച് നമ്മൾ കയറി അവസാനം ഒരു മാനേജറിയൽ പൊസിഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജറിലേക്കുള്ള ഒരു പ്രൊഫഷണലിസത്തിലേക്ക് നിങ്ങൾ റീച്ച് ആവും. സോ ഡോണ്ട് മിസ് ഇറ്റ്. You follow me and get the book from amazon.in KDP. Thank you.